അച്ഛാ ആ കാണുന്ന അതെന്തുവാ അച്ഛാ? അണ്ടാ അവിടെ നിന്ന് ആരോ ടോർച്ച് അടിക്കുന്ന പോലെ ഉണ്ടല്ലോ. നിങ്ങൾ കടപ്പുറത്ത് വന്നിട്ടൊന്നും ഇല്ലയോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അല്ല അവൻ പറഞ്ഞ ശരിയാണ്. ഈ കടലിലെ ഓരോ മുതൽ അതല്ല ഇത്രയും കിടക്കുന്ന കടലിനടുക്ക് ഇത്രയും ചെറിയ സാധനം എന്തോ ആവശ്യത്തിനാണ് അതാണ് ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ്. എടാ, അതായത് നമ്മള് ഒന്ന് ചിന്തിച്ച് നോക്കി, ഇങ്ങനെ നമ്മുടെ റോഡില് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ ഇവിടെ സൈൻ ബോർഡ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ. കടലില് ദിശയില്ലാതെ പോകുമ്പോൾ ഈ കരയോട് അടുത്താണെന്ന് അറിയുന്ന എന്റെ ഒരു ചെറിയ ബുദ്ധിയിൽ തോന്നുന്ന കേട്ടോ. അങ്ങനെയാണ് ഒരു ലൈറ്റ് ഹൗസിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. പിന്നെ മറ്റുള്ള ലോജിക്കലി മറ്റുള്ള കാര്യങ്ങൾ കാണുമായിരിക്കും അല്ലേ? എനിക്കും അതാ മനസ്സിലാവുന്നത്. അതെങ്ങനെ ചെയ്തെടുക്കുന്നത്? എങ്ങനെ ഈ ദിശ കാണിച്ചിട്ടുള്ളത്? ഇങ്ങനെ ഒരു സമയമാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഈവനിങ് ടൈം ഒരു സമയമാകുമ്പോഴത്തേക്ക് ഈ ലൈറ്റ് ഇങ്ങനെ കത്തും. അപ്പൊ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ പോകുന്ന ഇതുപോലെ മീൻ പിടിക്കാൻ പോകുന്ന ഫിഷിംഗ് ബോട്ടുകൾക്ക്, കപ്പലുകൾക്ക് അതൊക്കെ ഒരു മാർഗരേഖയായിട്ട് നിൽക്കുന്നു. വലിയൊരു സംഭവം അല്ലയോ ഇത്? അച്ഛനോട് ചോദിക്കാടാ. നമുക്ക് ഈ ലൈറ്റ് ഹൗസ് ഒരു വലിയ സംഭവം തന്നെയാണ്. ഇപ്പൊ മുമ്പേ നീ പറഞ്ഞ പോലെ നമ്മൾ ഈ ദൂരത്ത് നോക്കുമ്പോൾ ഒരു ടോർച്ചിന്റെ വെട്ടം പോലെ തോന്നുള്ളൂ, അല്ലേ? എന്നാൽ വഴി അറിയാത്തവന് ഈ ചെറിയ വെളിച്ചം വലിയ അനുഗ്രഹമാണ്. നമ്മളിപ്പം എബിൻ പറഞ്ഞ പോലെ ഈ കടലെല്ലാം ഒരുപോലെ കിടക്കുക. ഇപ്പൊ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഇവിടെ നടുക്കൂടെ റോഡൊന്നും വെട്ടിയിട്ടില്ലല്ലോ. അപ്പം തീരെ മണിയാൻ അവരുടെ വീട്ടിലേക്ക് എത്താൻ ഈ വെളിച്ചം കൊണ്ടേ പറ്റത്തുള്ളൂ. ഒരു പ്രതീക്ഷയാണ്. അപ്പം ലൈറ്റ് ഹൗസ് ഒരു പ്രതീക്ഷയാണ്. ചെറുതാണെങ്കിലും അതിന്റെ ദൗത്യം വലുതാണ്. ചെറുതല്ല, അത് വലിയ കാര്യമാണ്. നമ്മളിപ്പം ഒരു ബൈബിൾ വാക്യം പറഞ്ഞാൽ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം വരും. ഇവിടെ ഉയരത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുന്നോണ്ടാ ഇത് നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വഴി അറിയാത്തവൻ ഉയരത്തിലേക്ക് കണ്ണുയർത്തുമ്പോൾ അവിടെ ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം അവനെ തീരമണിയാൻ, അവൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് എത്താൻ ധൈര്യപ്പെടുത്തുന്നു, പ്രതീക്ഷ നൽകുന്നു എന്നുള്ളതാണ്. ഈ നോമ്പ് കാലം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളെയൊക്കെ ഉയരത്തിലേക്ക് ഉയർത്താൻ, നമുക്ക് പ്രതീക്ഷ ഈ വെളിച്ചമാകുന്ന ദൈവത്തിലേക്കാകാൻ ഇടയാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വഴി അറിയാത്തവർക്ക് വഴിയായി തീരുന്ന വെളിച്ചമാകാനുള്ള ദൗത്യമാണ് ഇത്. അതുകൊണ്ട് നമുക്കിങ്ങനെ പാടാം. കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ, വരികവൻ ചരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. വരികവൻ ചരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ വഴി അറിയാതെ പോകുമ്പോൾ ഉയരത്തിലേക്ക് കണ്ണുയർത്തി നിന്റെ വെളിച്ചമാകുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് നിന്നിലേക്ക് അടുക്കുവാൻ ഈ നോമ്പുകാലം സഹായിക്കണമേ. ആമേൻ.